നമ്മൾ മലബാറുകാർക്ക് ഓണം വിഷു പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് പൂരോത്സവം. ദേശം മാറുന്നതിനനുസരിച്ച് പൂരോത്സവത്തിലും വ്യതിയാനങ്ങളുണ്ട്. ഉത്തര മലബാറിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന പൂരോത്സവത്തിൽ നാട് മുഴുകുമ്പോൾ രാമതളിയിലെ കോടിയത്ത് പടിഞ്ഞാറെ വീട് തറവാട് ഒരു അപൂർവമായ ആചാരത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഇവിടെ കാമദേവനെ വരവേൽക്കാൻ പൂവിടുന്നത് കുരുന്നുകളല്ല, മറിച്ച് 60 വയസ്സ് പിന്നിട്ട അമ്മൂമ്മമാരായ പൂരക്കുഞ്ഞുങ്ങളാണ്. ശിവന്റെ തൃക്കണ്ണാൽ ഭസ്മമായ കാമദേവനെ രതിദേവിയുടെ അപേക്ഷ പ്രകാരം അനങ്കനായി പുനർജീവിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. ഈ വിശ്വാസത്തെ മുൻനിർത്തി മീനമാസത്തിലെ പൂരനാളുകളിൽ വസന്തത്തെ വരവേൽക്കാൻ കാമദേവനെ പൂജിക്കുന്നതാണ് പൂരോത്സവം. സാധാരണയായി ഋതുമതികളാകാത്ത പെൺകുട്ടികളാണ് പൂരക്കുഞ്ഞുങ്ങളായി ഈ ചടങ്ങുകൾ നിർവഹിക്കാറുള്ളത്. കുട്ടികൾക്ക് പൂവിടാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് കോടിയത്ത് തറവാട്ടുകാർ പതിവിൽ നിന്നും വ്യത്യസ്തവും എന്നാൽ ഭക്തി നിർഭരവുമായ ഈ വഴി തിരഞ്ഞെടുത്തത്. രാമന്തളി നാട്ടിൽ ഒട്ടുമിക്ക വീടുകളിലും ഈ വയസ്സായവരാണ് പൂവിടൽ. കാരണം എന്ന് പറഞ്ഞാൽ അവരെ മക്കൾ ഇടയിലും അല്ലേ ഇല്ലത്. അന്ന് ആ സമയത്ത് നമുക്ക് വരും കാലങ്ങളിൽ നമ്മളെ തറവാട്ടിലും വീടുകളിലും എപ്പോഴും കുഞ്ഞുങ്ങൾ ഉണ്ടാവണം, പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നുള്ള ഒരു ധാരണയിലാണ് ഈ വയസ്സായവർ പൂവിട്ടിട്ട് ആദരിക്കുന്നത്, ആഘോഷിക്കുന്നത്, ആരാധിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സങ്കല്പം. പൂരക്കാലം കുട്ടികൾക്ക് പരീക്ഷാകാലമാണ്. പല കുട്ടികളും മാതാപിതാക്കളുടെ ജോലിസ്ഥലങ്ങളിൽ ദൂരെ താമസിക്കുന്നതിനാൽ പൂവിടാൻ തറവാട്ടിലെത്തുക പ്രായോഗികമല്ല. ഇതോടെ പൂരവും ചടങ്ങുകളും മുടങ്ങാൻ പാടില്ലെന്ന നിർബന്ധ ബുദ്ധിയോടെ തറവാട്ടിലെ മുതിർന്ന അമ്മമാർ പൂരക്കുഞ്ഞുങ്ങളായി ചുമതലയേൽക്കുകയായിരുന്നു. 65-കാരി ഭാർഗവി അമ്മയും 62-കാരി പത്മജയുമാണ് പൂരക്കുഞ്ഞുങ്ങളായി പൂരോത്സവ ചടങ്ങുകളിൽ ചേരുന്നത്. ഈ പൂരക്കുഞ്ഞുങ്ങൾക്ക് പൂവ് വാരിക്കൊടുക്കുവാൻ 74-കാരി ഗൗരി അമ്മയും കൂടെ നിൽക്കുന്നു. കുട്ടികൾ പൂവിടുന്ന അതേ നിഷ്ഠയോടും ചടങ്ങുകളോടും കൂടിയാണ് ഇവർ ഈ കർമ്മം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വരെ കിണറ്റിൻകരയിലായിരുന്നു പൂവിടൽ. ഇന്നു മുതൽ വീടിന്റെ പടിഞ്ഞാറ്റയിലും കിണറ്റിൻകരയിലും ഒരുപോലെ പൂവിടാൻ തുടങ്ങി. കുട്ടികൾ ചെയ്യുന്ന അതേ നിഷ്ഠയിൽ തന്നെയാണ് ഈ മുതിർന്ന പൂരക്കുഞ്ഞുങ്ങൾ വസന്തത്തെ വരവേൽക്കുന്നത്. ഇതുപോലെ പൂരോത്സവത്തിൽ പങ്കെടുക്കാൻ പെൺകുട്ടികൾ ഇല്ലാത്ത രാമന്തളിയിലെ മിക്ക വീടുകളിലും ഇത്തരത്തിൽ പൂരോത്സവ ചടങ്ങുകൾ നടത്തുന്നത് അമ്മമാർ തന്നെയാണ്. തലമുറകൾ മാറിയാലും ആചാരങ്ങൾ മുടങ്ങരുതെന്ന ഈ അമ്മമാരുടെ നിശ്ചയദാർഢ്യം രാമന്തളിയിലെ പൂരക്കാഴ്ചകളിൽ വലിയൊരു കൗതുകവും ആവേശവുമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഈ ആചാരങ്ങളെ ഇന്നും ചേർത്തുപിടിച്ച് വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയാണ് രാമന്തളിയിലെ ഈ അമ്മമാർ. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.